വീഡിയോകൾ വൈറലായത് വീഡിയോയുടെ കമൻറ്റുകളായിരുന്നു. ഹെൻസ് ബാഹുബലി പാം ബെറ്റിംഗ് ടെക്നിക് ഇസ് ട്രൂ എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. വെള്ളപ്പൊക്കം കാരണം വീട്ടിലേക്ക് വന്ന എലി ഹൗസ് ഓണർ കാണാതെ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ? വേറെ എങ്ങും കണ്ടില്ല. ലേക്ക് വ്യൂ അപ്പാർട്ട്മെന്റ് എന്ന പേരും പറഞ്ഞാണ് ഈ വീട് സ്വന്തമാക്കിയത്. പക്ഷേ ലേക്കിലെ വെള്ളം കുറച്ചു കൂടിപ്പോയി. ഇത് ലേക്ക് വ്യൂ അപ്പാർട്ട്മെന്റ് சொல்றாங்க. സോ அதுக்கு இப்பதான் தெரியுது. ഇത്രയും സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടും വലിയ വലിയ കെട്ടിടങ്ങൾ മറിഞ്ഞു വീണിട്ടും മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടും ദാ ഈ വീടിന്റെ ഗേറ്റിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. വീട്ടിൽ ഗേറ്റ് വെക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഡാം കെട്ടി വെച്ചിരിക്കുന്നു. വാട്ടർ പ്രൂഫ് ഗേറ്റ് IPC 68 റേറ്റിംഗ് എന്നാണ് കമന്റ് നൽകിയിരിക്കുന്നത്. കുറച്ചുനാൾ വെള്ളത്തിലിരുന്ന ബൈക്ക് പെട്ടെന്ന് ഓടിക്കേറി ഓടിക്കാൻ ശ്രമിക്കലും ഒരുപക്ഷെ ശ്രമിച്ചാൽ പാമ്പ് കുട്ടിയുടെ കുത്തി കിട്ടും. വെള്ളം കാരണം ഒരു വലിയ പാലമങ്ങ് ഇടിഞ്ഞുപോയി. പക്ഷേ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്മൾ പോകുന്ന പാതയെല്ലാം വഴിയായി മാറണം എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഇത്രയും വെള്ളം കയറി കിടക്കുമ്പോഴും കാലിലും പാൻസിലും വെള്ളമാകാതിരിക്കാൻ വേണ്ടി ദാ നമ്മുടെ ഈ ചേട്ടൻ പഠിച്ച പണി 18 നോക്കി ഒരു കണക്കിന് രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ പിന്നിൽ വരുന്ന കാറിന് ഇത് വല്ലതും അറിയാമോ? ഇലക്ട്രിക് ബൈക്കിന്റെ പരസ്യമൊന്നുമല്ല, വേറെ നിവർത്തില്ലാത്ത കൊണ്ടാണ് ഈ ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വെള്ളപ്പൊക്കം കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ. അപ്പോഴാണ് ഇതാ ഇതും കൂടി. എവിടെ നിന്ന് വന്നു എന്നറിയില്ല. പക്ഷേ പുള്ളിക്കാരൻ തിരിച്ചു പോകാനുള്ള വഴി അന്വേഷിക്കുകയാണ്. ചെറിയ ചെറിയ കായലിലും കുളത്തിലും മീൻ പിടിക്കുന്നത് നമ്മൾ കണ്ടു കാണും, ഒരുപക്ഷെ പിടിച്ചും കാണും. എന്നാൽ നാട് റോഡിൽ കിടന്ന് വലിയ വലിയ മീനെ പിടിക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ ചിഞ്ചുളം സ്പോർട്സ് ക്ലബിൽ ഓണാഘോഷ പരിപാടിക്ക് 100 മീറ്റർ ഓട്ട മത്സരത്തിന് നിൽക്കുന്ന കൊച്ചു കുട്ടികളെ പോലെ തോന്നും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആദ്യ ദിനം തന്നെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാടിന്റെ കുതിപ്പ് കണ്ടു. സംഭവം തെറ്റി. കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ സൊമാറ്റോയിലെ ആ ചേട്ടൻ ഫുഡ് കൊണ്ടുവന്നപ്പോഴാണ് അറിഞ്ഞത് ആ ചേട്ടനായിരുന്നു അവരുടെ ആഹാരമെന്ന്. എല്ലാവരും വെള്ളം കയറി ഇത്രയൊക്കെ കഷ്ടപ്പെടുമ്പോഴും ഈ വെള്ളപ്പൊക്കത്തെ എങ്ങനെ നമുക്ക് ഗുണകരമായി ഉപയോഗിക്കാം എന്നാണ് ഈ ചേട്ടൻ ആലോചിച്ചത്. ഇത് കാണുമ്പോൾ മോസ്റ്റ് മോഡേൺ ട്രെൻഡിങ് വാട്ടർ മാരേജായി തോന്നുമെങ്കിലും അങ്ങനെയല്ല. കല്യാണമായപ്പോഴത്തേക്കും ഏരിയ ഫുള്ളും വെള്ളം കയറി. പിന്നെ കല്യാണം മാറ്റി വെച്ചില്ല, അങ്ങ് നടക്കട്ടെ എന്ന് വെച്ചു. സ്കൂൾ വെക്കേഷന് നീന്തൽ പഠിക്കാൻ വന്ന കുട്ടികളല്ല, നാട്ടു റോഡിലാണ് ഇവരുടെ നീന്തൽ പ്രാക്ടീസ്. നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ 3D ടൈലുകളല്ല, ഇത് റിയൽ ആണ്. വീടിന്റെ അടുക്കളയിൽ വരെ വെള്ളം കയറി. കൂടെ മുട്ടൻ മീനുകളും. എന്തായാലും ആഹാരത്തിന് യാതൊരു ബുദ്ധിമുട്ടും കാണില്ല. ഇത്രയും വെള്ളം കയറി കിടക്കുമ്പോൾ ഇവരിതെങ്ങനെ ഈ ബൈക്ക് ഓട്ടിക്കുന്നു എന്ന് ചോദിച്ചാൽ, സിലിണ്ടറിൽ നിന്ന് നേരെ ഒരു പൈപ്പ് കണക്ഷൻ അങ്ങ് കൊടുത്തു. ഈ ടെക്നിക് ആരും യൂസ് ചെയ്യരുത്, കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ രാത്രി ഫുൾ മഴയായിരുന്നു. വീട്ടിൽ വെള്ളം ഒരുപാട് കയറിയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഡോർ ഒന്ന് തുറന്നു നോക്കിയതാ. ലക്ഷങ്ങൾ ചിലവാക്കിയാണ് എല്ലാ വീടിനുള്ളിലും സ്വിമ്മിംഗ് പൂൾ പണിയുന്നത്. എന്നാൽ ദാ ഇവിടെ ആ ആഗ്രഹം ഒരു രൂപ പോലും ചിലവില്ലാതെ നിസ്സാരമായി നടന്നു.
കാറും ബൈക്കും മാത്രമല്ല, ഇനി വരും കാലങ്ങളിൽ വീടിന് മുമ്പിൽ ഒരു ബോട്ട് കൂടി വാങ്ങിച്ചിടുന്നത് നന്നായിരിക്കും ഗൈസ്. ഇത് പുള്ളിക്കാരൻ എങ്ങനെ സാധിച്ചെടുത്തു എന്നെനിക്കറിയില്ല. ഞാൻ പുള്ളിക്കാരനെ ഒന്ന് വിളിച്ചു നോക്കി, കോൾ എടുക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർ വേറെ ലെവൽ എന്ന് വേണം പറയാൻ. அப்படியே சொல்லிட்டேன், நீ எங்க போனா? நான் இப்படி தாம்பரம் போனா நானும் அங்கிருந்தான் வரேன். இப்படியே குச்சினா அங்க போயிடலாம். பஸ் வராதா? இதான் ஈஸியான ரோட்டு, 10 நிமிஷத்துல போயிடலாம். பஸ்லாம் வராது. அப்படியே சொல்ற? சட்டை போட்டுன்னு போ, நானும் போயிடுறேன். கேன பையன் பஸ்ஸுக்கு வெயிட் பண்ணிக்கிறான் போய். അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോ കാണുന്നവരെ see you.